തന്റെ മനസ്സിലുള്ള ഒരു കഥ IV ശശിയെ കൊണ്ട് സംവിധാനം ചെയ്യിക്കണമെന്ന് MD വാസുദേവൻ നായർക്ക് ഒരാഗ്രഹം. IV ശശി ജനപ്രിയ ഹിറ്റുകളുമായി മലയാള സിനിമയിൽ പകരക്കാരനില്ലാതെ വിലസുന്ന സമയം കഥ കേട്ട നിർമ്മാതാവ് റോസമ്മ ജോർജിനും തോന്നി ഇത് IV ശശി ചെയ്താൽ തകർക്കും. അങ്ങനെ റോസമ്മ ജോർജും MDയും കൂടി IV ശശിയോട് തൃഷ്ണയോട് ഓൺലൈൻ പറഞ്ഞു. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന തുഷാരം എന്ന ചിത്രം കഴിഞ്ഞാൽ അടുത്തതായി തൃഷ്ണ ചെയ്യാമെന്ന് IV ശശി സമ്മതിച്ചു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാമെന്ന് ശശിയും MDയും തീരുമാനിച്ചു. നായകനായ കൃഷ്ണദാസ് എന്ന കഥാപാത്രത്തിന് വേണ്ടി നിരവധി പേരെ നോക്കി. അവസാനം കോളേജ് അധ്യാപകനും നവാഗതനുമായ ബാബു നമ്പൂതിരിയെ ഉറപ്പിച്ചു. 2 തമിഴ് ചിത്രങ്ങളിൽ പ്രാധാന്യമില്ലാത്ത വേഷങ്ങളിൽ അഭിനയിച്ച സുലക്ഷണ എന്ന നടിയെ ജയശ്രീ എന്ന കഥാപാത്രമായും തെരഞ്ഞെടുത്തു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ബാബു നമ്പൂതിരിയും ജയശ്രീയും ക്യാമറയ്ക്ക് മുന്നിൽ പതറാൻ തുടങ്ങി. പല പ്രാവശ്യം നോക്കിയിട്ടും IV ശശിക്കും ക്യാമറമാൻ ജയനാൻ വിൻസെന്റിനും തൃപ്തി വന്നില്ല. ഒടുവിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. IV ശശിയും അണിയറ പ്രവർത്തകരും പരിഭ്രാന്തിയിലായി. പ്രോജക്ട് മുടങ്ങിയെന്ന് ഒരു രാത്രി കൊണ്ട് വാർത്ത പോലും പരന്നു. അന്ന് രാത്രി നടൻ രതീഷ് IV ശശിയെ ഫോണിൽ വിളിച്ചു. IV ശശി തന്റെ ധർമ്മസങ്കടം രതീഷിനോട് വിശദീകരിച്ചു. രതീഷ് IV ശശിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുമ്പ് ഞാൻ ഒരു മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? MDയുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും PG വിശ്വംഭരന്റെ സ്ഫോടനത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ചിത്രീകരണം പൂർത്തിയായ ശ്രീകുമാരൻ തമ്പിയുടെ മുന്നേറ്റം എന്ന ചിത്രത്തിലെ നായകനും കൂടിയാണ്. നല്ല ഫിഗറാണ്. പിന്നെ മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കൂടിയാണ്. IV ശശി ആളെ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. വിവരമറിഞ്ഞപ്പോൾ MD പറഞ്ഞു, അയാൾ ശരിയാവും. ഉടനെ തന്നെ ശശി മമ്മൂട്ടിയുടെ അഡ്രസ് തപ്പി പിടിച്ച് ചെമ്പിലേക്ക് വിളിച്ചു. പക്ഷേ മമ്മൂട്ടി മലമ്പുഴയിൽ പടയോട്ടത്തിന്റെ ഷൂട്ടിംഗിലായിരുന്നു. IV ശശിയുടെ സംവിധാനം, MDയുടെ സ്ക്രിപ്റ്റ്, പിന്നെ നായകനും. സംഭവം കേട്ട് മമ്മൂട്ടി ത്രില്ലടിച്ചു. എങ്ങനെയെങ്കിലും പടയോട്ടത്തിന്റെ സെറ്റിൽ നിന്നും വരാമെന്ന് മമ്മൂട്ടി വാക്കുകൊടുത്തു. പക്ഷേ പടയോട്ടത്തിന്റെ നിർമ്മാതാവ് അപ്പച്ചൻ സമ്മതിച്ചില്ല. 3 ദിവസമായിട്ടും മമ്മൂട്ടിയെ കാണാതായപ്പോൾ IV ശശിക്ക് ടെൻഷൻ കൂടി. ഒടുവിൽ ചിത്രം നീട്ടിവെക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി വളരെ കഷ്ടപ്പെട്ട് മമ്മൂട്ടി തൃഷ്ണയുടെ ലൊക്കേഷനിലെത്തി. പടയോട്ടത്തിന് വേണ്ടി മീശയെടുത്ത രൂപത്തിലായിരുന്നു മമ്മൂട്ടി വന്നത്. ഒടുവിൽ മേക്കപ്പ് മാൻ MO ദേവസ്യ ഒറിജിനലെ വില്ലുന്ന മീശ മമ്മൂട്ടിക്ക് വെച്ചുകൊടുത്തു. മമ്മൂട്ടി ഇല്ലെങ്കിൽ പടയോട്ടം മുടങ്ങുമെന്ന കാരണത്താൽ IV ശശി വിശ്രമമില്ലാതെ മമ്മൂട്ടിയുടെ സീനുകൾ എടുത്തു തീർത്തു. മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വന്ന തമിഴ്നടൻ രാജ്കുമാറിന്റെ കയ്യിലുള്ള ഫോട്ടോ കണ്ടായിരുന്നു ജയശ്രീക്ക് പകരം സ്വപ്നയെ കാസ്റ്റ് ചെയ്തത്. കോഴിക്കോട് വെച്ചായിരുന്നു MD തിരക്കഥ പൂർത്തീകരിച്ചത്. കൊടൈക്കനാലായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. ONV ഗാനങ്ങൾ എഴുതട്ടെ എന്നായിരുന്നു MDയുടെ താല്പര്യം. എന്നാൽ IV ശശിയുടെ പ്രത്യേക ഇഷ്ടത്തിലായിരുന്നു ബിച്ചു തിരമല ചിത്രത്തിന്റെ ഗാനരചയിതാവായി മാറിയത്. സംഗീതം ഷാമിനെ ഏൽപ്പിച്ചു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോവാൻ നേരം IV ശശി മമ്മൂട്ടിയോട് പറഞ്ഞു, എന്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ച് എന്നോട് ചീത്ത കേൾക്കാതെ പോകുന്ന ആദ്യത്തെ പുതുമുഖ നടനാണ് താൻ. തനിക്ക് വലിയ ഭാവിയുണ്ട്. 1981 തൃഷ്ണ റിലീസ് ചെയ്തത്. ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയതോടൊപ്പം ഗാനങ്ങളും ജനപ്രിയമായി മാറി. ബിച്ചു തിരമലയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരവും മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് MDക്കും ലഭിച്ചു. ഒപ്പം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന് തൃഷ്ണ വലിയ മൈലേജും സമ്മാനിക്കുകയും ചെയ്തു.